Once again, welcome back to my YouTube channel. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ള കുറച്ച് ഫ്രേസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ഇത് പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുള്ളൂ. സോ തീർച്ചയായിട്ടും അവസരം കിട്ടുമ്പോഴൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല. തെറ്റ് വരുത്തിയാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്നത്തെ ആദ്യത്തെ ഫ്രേസാണ് അത് അത്രയ്ക്ക് എളുപ്പമല്ല, അത് അത്രയ്ക്ക് പ്രയാസമല്ല. ഈ അത് അത്രയ്ക്ക് എന്നെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എന്നുള്ള മീനിങ് ആണ്. സോ അത് അത്രയ്ക്ക് എളുപ്പമല്ല എന്നെങ്ങനെ പറയും? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഈസി എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ് മീനിങ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എളുപ്പമല്ല എന്നാണ് മീനിങ്. ഇനി അത് അത്രയ്ക്ക് പ്രയാസമല്ല എന്നെങ്ങനെ പറയും? പ്രയാസം എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് എന്നാണ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് പ്രയാസമല്ല എന്നാണ് മീനിങ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. ഇനി അത് അത്രയ്ക്ക് നല്ലതല്ല എന്ന് പറയണമെങ്കിലോ? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ലതല്ല എന്നാണ് മീനിങ്. ഇനി അത് അത്രയ്ക്ക് ലളിതമല്ല, അതെങ്ങനെ പറയും? ലളിതം എന്ന് പറയാൻ സിമ്പിൾ എന്ന് പറയാം. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ലളിതമല്ല എന്നാണ് മീനിങ്. സോ എന്തെങ്കിലും ഒരു കാര്യം അത് അത്രയ്ക്ക് എളുപ്പമല്ല, ലളിതമല്ല, പ്രയാസമല്ല, നല്ലതല്ല, ഇങ്ങനൊക്കെ പറയേണ്ടപ്പം ഇറ്റ്സ് നോട്ട് ദാറ്റ് കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക. സോ ഇവിടെ നമ്മൾ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞത് അല്ലേ? ഇറ്റ് ഈസ് നോട്ട്, അല്ല എന്നുള്ള മീനിങ് വരും. ഇനി അത് അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു എന്ന് പറയണമെങ്കിലോ? സോ ഇവിടെ അല്ല എന്ന് പറയാനാണ് ഈസ് നോട്ട് എന്ന് പറഞ്ഞത്. ഇനി അല്ലായിരുന്നു എന്ന് പറയണമെങ്കിലോ? ഈസ് മാറ്റി വാസ് ആക്കുക. സോ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു എന്നാണ് മീനിങ്. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. സോ അല്ലായിരുന്നു എന്ന് പറയാനാണ് വാസ് നോട്ട് എന്ന് പറഞ്ഞത്. ഇനി അത് അത്രയ്ക്ക് രസകരമല്ലായിരുന്നു. രസകരം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് എന്നാണ്. സോ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് രസകരമല്ലായിരുന്നു എന്നാണ് മീനിങ്. ഇനി അത് അത്രയ്ക്ക് മോശമല്ലായിരുന്നു എന്ന് പറയണം. മോശം എന്ന് പറയാൻ ബാഡ് എന്ന് പറയാം. സോ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ബാഡ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് മോശമല്ലായിരുന്നു എന്നാണ് മീനിങ്. ഇനി ഇത് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ പറയണം. അത് അത്രയ്ക്ക് പ്രയാസമായിരിക്കില്ല. അതെങ്ങനെ പറയും? അവിടെ വിൽ നോട്ട് ബി എന്നാണ് പറയേണ്ടത്. വിൽ നോട്ട് ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കില്ല എന്നാണ് മീനിങ്. ഇനി ഇവിടെ വിൽ നോട്ടിന് ഷോർട്ടാക്കി വോണ്ട് എന്ന് പറയാം. സോ അത് അത്രയ്ക്ക് എളുപ്പമായിരിക്കില്ല എന്നെങ്ങനെ പറയും? ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഈസി. ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഈസി. അത് അത്രയ്ക്ക് പ്രയാസമായിരിക്കില്ല. ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഡിഫിക്കൾട്ട്. ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഡിഫിക്കൾട്ട്. സോ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എളുപ്പമല്ല. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു എന്നാണ്. ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഈസി എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എളുപ്പമായിരിക്കില്ല എന്നാണ് മീനിങ്. ഇനി നമ്മൾ പറയാറില്ലേ എനിക്ക് കരയാൻ തോന്നുന്നു. സോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു എന്ന് പറയേണ്ടപ്പം അവിടെ യൂസ് ചെയ്യേണ്ട ഫ്രേസ് ഐ ഫീൽ ലൈക്ക് എന്നാണ്. ഐ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നാണ് മീനിങ്. സോ ഇത് യൂസ് ചെയ്യുമ്പം വേർബ് എപ്പോഴും ING ചേർത്ത് വേണം പറയാൻ. സോ നമുക്ക് കരയാൻ തോന്നുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ കരയുക എന്ന് പറയാൻ ക്രൈ ആണ്, അതിൻ്റെ കൂടെ ING ചേർക്കുക. ഐ ഫീൽ ലൈക്ക് ക്രൈയിങ്. ഐ ഫീൽ ലൈക്ക് ക്രൈയിങ് അതായത് എനിക്ക് കരയാൻ തോന്നുന്നു എന്നാണ് മീനിങ്. ഇനി എനിക്ക് ഡിന്നർ കഴിക്കാൻ പുറത്തു പോകാൻ തോന്നുന്നു എന്ന് പറയണം. സോ ഇവിടെ പുറത്തു പോവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗോ ഔട്ട്. അപ്പോൾ അതിനെയും ING ചേർത്ത് ഗോയിങ് ഔട്ട് എന്ന് പറയുക. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ അതായത് എനിക്ക് ഡിന്നറിന് പുറത്തു പോകാൻ തോന്നുന്നു എന്നാണ് മീനിങ്. ഇനി എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഫീൽ ലൈക്ക് ത്രോയിങ് അപ്പ്. ത്രോ അപ്പ് എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കുക എന്നുള്ള മീനിങ് വരുന്നുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ത്രോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത്
എനിക്ക് പ്രായമാകുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്ക് പ്രായമാകുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. ഗെറ്റ് ഓൾഡ് എന്ന് പറഞ്ഞാൽ പ്രായമാകുക എന്നാണ്. സോ ഐ ആം ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രായമാകുന്നു എന്നുള്ള മീനിങ് ആണ്. സോ എനിക്ക് പ്രായമാകുന്നത് പോലെ തോന്നുന്നു എന്നെങ്ങനെ പറയും? ഐ ഫീൽ ലൈക്ക് ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. ഐ ഫീൽ ലൈക്ക് ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയണം. സോ അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഐ ആം ഡൈയിങ് ടു. ഐ ആം ഡൈയിങ് ടു. സോ നമുക്കിങ്ങനെ പറയണം, എനിക്ക് ഭയങ്കരമായിട്ട് വീട്ടിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ആം ഡൈയിങ് ടു ഗോ ഹോം. ഐ ആം ഡൈയിങ് ടു ഗോ ഹോം. ഗോ ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോവുക എന്നാണ്. സോ ഇവിടെ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഹോമിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗോ ടു ഹോം എന്നൊന്നും യൂസ് ചെയ്യാറില്ല. അവിടെ പ്രൊപസിഷൻ യൂസ് ചെയ്യാറില്ല. സോ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് ഗോ ഹോം എന്നാണ്. സോ ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ഐ ആം ഡൈയിങ് ടു ഗോ ഹോം എന്ന് പറയാം. ഇനി ഞാൻ വല്ലാതെ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? ഐ ആം ഡൈയിങ് ടു സീ യു. ഐ ആം ഡൈയിങ് ടു സീ യു. ടു സീ യു എന്ന് പറഞ്ഞാൽ നിന്നെ കാണാൻ എന്നാണ്. സോ ഞാൻ നിന്നെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ് ഐ ആം ഡൈയിങ് ടു സീ യു. ഇനി ഞാൻ റിസൾട്ട് അറിയാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? ഐ ആം ഡൈയിങ് ടു നോ ദ റിസൾട്ട്സ്. ഐ ആം ഡൈയിങ് ടു നോ ദ റിസൾട്ട്. നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. സോ റിസൾട്ട് അറിയുക എന്ന് പറയാനാണ് നോ ദ റിസൾട്ട്സ് എന്ന് പറഞ്ഞത്. ഐ ആം ഡൈയിങ് ടു നോ ദ റിസൾട്ട്സ്. ഇനി നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് ഇട്ട് നോക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ പുതിയ ഡ്രസ്സൊന്ന് ഇട്ട് നോക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു, അതായത് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ അതെങ്ങനെ പറയാം? എന്തെങ്കിലും ഇട്ട് നോക്കുക എന്ന് പറയാൻ ട്രൈ ഓൺ സംതിങ് അല്ലെങ്കിൽ ട്രൈ സംതിങ് ഓൺ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എൻ്റെ പുതിയ ഡ്രസ്സ് എന്നല്ലേ, ട്രൈ മൈ ന്യൂ ഡ്രസ് ഓൺ എന്ന് പറയാം. ഐ ആം ഡൈയിങ് ടു ട്രൈ മൈ ന്യൂ ഡ്രസ് ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സൊന്ന് ഇട്ട് നോക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്ത ഒരു ഫ്രേസാണ് നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, നിനക്ക് എങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ പറയേണ്ടപ്പം ഹൗ കുഡ് കഴിഞ്ഞിട്ട് എന്ത് പ്രവൃത്തിയാണോ അത് പറയുക. സോ നിനക്ക് എങ്ങനെ എന്നോട് ഇത്ര നീചമായിട്ട് പെരുമാറാൻ കഴിഞ്ഞു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആരോടെങ്കിലും നീചമായിട്ട് പെരുമാറുക എന്ന് പറയാൻ ബി മീൻ ടു സമ്മൺ എന്ന് പറയാം. സോ എന്നോട് നീചമായിട്ട് പെരുമാറുക എന്ന് പറയാൻ ബി മീൻ ടു മീ എന്ന് പറയാം. ഇത്ര നീചൻ എന്നല്ലേ, അപ്പോൾ സോ മീൻ ടു മീ. ഹൗ കുഡ് യു ബി സോ മീൻ ടു മീ, അതായത് നിനക്ക് എങ്ങനെ എന്നോട് ഇത്ര നീചമായിട്ട് പെരുമാറാൻ കഴിഞ്ഞു എന്നാണ് മീനിങ്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക എന്നാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്, കഴിഞ്ഞു എന്ന് വരും. സോ നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കേണ്ടതുകൊണ്ടാണ് ഹൗ കുഡ് എന്ന് വന്നത്. ഹൗ കുഡ് യു ബി സോ മീൻ ടു മീ. ഇനി അവന് എങ്ങനെ ഇത്ര മോശമായിട്ടുള്ള കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ കുഡ് ഹി ഡു സച്ച് എ ബാഡ് തിങ്. ഹൗ കുഡ് ഹി ഡു സച്ച് എ ബാഡ് തിങ്. സച്ച് എ ബാഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇത്ര മോശമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള അർത്ഥമാണ്. ഹി ഡു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുക എന്നാണ്. സോ ഹൗ കുഡ് ഹി ഡു സച്ച് എ ബാഡ് തിങ് എന്ന് ചോദിച്ചാൽ അവൻ എങ്ങനെ ഇത്ര മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള മീനിങ് വരും. ഇനി നിനക്ക് ആ തമാശയ്ക്ക് എങ്ങനെ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നിനക്കെങ്ങനെ കഴിഞ്ഞു എന്നല്ലേ, ഹൗ കുഡ് യു എന്ന് വരും. അത് ആ തമാശയ്ക്ക് ചിരിക്കാതിരിക്കുക, നോട്ട് ലാഫ് അറ്റ് ദാറ്റ് ജോക്ക്. ഹൗ കുഡ് യു നോട്ട് ലാഫ് അറ്റ് ദാറ്റ് ജോക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ ആ തമാശയ്ക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞു എന്നാണ് മീനിങ്. ഇനി അവൾക്ക് എങ്ങനെ അവളുടെ ഫ്രണ്ടിനോട് അങ്ങനെ പെരുമാറാൻ കഴിഞ്ഞു. അതെങ്ങനെ പറയും? അവൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നല്ലേ, ഹൗ കുഡ് ഷീ, അവളുടെ സുഹൃത്തിനോട് അങ്ങനെ പെരുമാറാൻ. ട്രീറ്റ് ഹെർ ഫ്രണ്ട് ലൈക്ക് ദാറ്റ്. ഹൗ കുഡ് ഷീ ട്രീറ്റ് ഹെർ ഫ്രണ്ട് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് എങ്ങനെ അവളുടെ സുഹൃത്തിനോട് അങ്ങനെ പെരുമാറാൻ കഴിഞ്ഞു എന്നാണ് മീനിങ്. ഇനി അടുത്ത ഒരു ഫ്രേസാണ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും ഇന്നതാണ് ഇഷ്ടം എന്ന് നമ്മൾ പറയത്തില്ലേ. അതായത് എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് ഇഷ്ടം. അതെങ്ങനെ പറയും? ഐ പ്രിഫർ കോഫി ടു ടീ. ഐ പ്രിഫർ കോഫി ടു ടീ. അതായത് എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് ഇഷ്ടം എന്നാണ് മീനിങ്. സോ ഇവിടെ
ദാൻ യൂസ് ചെയ്യാറില്ല. ഐ പ്രിഫർ കോഫി ദാൻ ടീ എന്ന് നമ്മൾ പറയാറില്ല. അത് കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. സോ ശരിക്കും പറയേണ്ടത് ഐ പ്രിഫർ കോഫി ടു ടീ. അതായത് എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് ഇഷ്ടം എന്നാണ് മീനിങ്. ഇനി എനിക്ക് സിനിമ കാണുന്നതിനേക്കാൾ നടക്കാൻ പോകുന്നതാണ് ഇഷ്ടം. അതെങ്ങനെ പറയും? നടക്കാൻ പോവുക എന്ന് പറയുന്നത് ഗോയിങ് ഫോർ എ വാക്ക് എന്ന് പറയാം. പിന്നെ സിനിമ കാണുക എന്നുള്ളതിന് വാച്ചിങ് ദ മൂവി എന്ന് പറയാം. സോ ഐ പ്രിഫർ ഗോയിങ് ഫോർ എ വാക്ക് ടു വാച്ചിങ് ദ മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ കാണുന്നതിനേക്കാൾ നടക്കാൻ പോകുന്നതാണ് ഇഷ്ടം എന്നാണ് മീനിങ്. ഇനി എനിക്ക് വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ പ്രിഫർ വർക്കിംഗ് ടു ഡൂയിങ് നത്തിങ്. സോ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ജോലി ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയാനാണ് ഐ പ്രിഫർ വർക്കിംഗ് ടു ഡൂയിങ് നത്തിങ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമായിരുന്നില്ല എന്ന് പറയണം. സോ അവിടെ നമ്മൾ വുഡിൻറ്റ് ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ചെയ്യുമായിരുന്നു എന്ന് പറയേണ്ടപ്പം വുഡ് ഹാവ് പ്ലസ് V3 ഫോമാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് കണ്ടു. അപ്പം ചെയ്യുമായിരുന്നില്ല എന്ന് പറയേണ്ടപ്പം വുഡ് നെഗറ്റീവ് ആക്കണം, വുഡിൻ്റ് ആക്കണം. സോ ഞാൻ ആ അവസരം നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. അതെങ്ങനെ പറയും? ഐ വുഡിൻറ്റ് ഹാവ് മിസ്ഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അവസരം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് മിസ് ദ ഓപ്പർച്യൂണിറ്റി എന്നാണ്. മിസ്സിൻ്റെ V3 ഫോം മിസ്ഡ് ആണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരം. സോ ഞാൻ ആ അവസരം നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. അതെങ്ങനെ പറയും? ഐ വുഡിൻറ്റ് ഹാവ് മിസ്ഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഇനി ഞാൻ എല്ലാത്തിനും സമ്മതിക്കുമായിരുന്നില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? സമ്മതിക്കുക എന്ന് പറയുന്നത് എഗ്രി എന്നാണ്. അതിൻ്റെ V3 ഫോം എഗ്രീഡ് എന്ന് വരും. സോ ഐ വുഡിൻറ്റ് ഹാവ് എഗ്രീഡ് ടു എവ്രിതിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം സമ്മതിക്കുമായിരുന്നില്ല എന്നാണ് മീനിങ്. ഐ വുഡിൻറ്റ് ഹാവ് എഗ്രീഡ് ടു എവ്രിതിങ്. ഇനി അടുത്തത്, ഞാൻ നീ പറയുന്നത് കേട്ട് എൻ്റെ സമയം നഷ്ടപ്പെടുത്തുമായിരുന്നില്ല അല്ലെങ്കിൽ കളയുമായിരുന്നില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വുഡിൻറ്റ് ഹാവ് വേസ്റ്റഡ് മൈ ടൈം ലിസ്ണിംഗ് ടു യു. ഐ വുഡിൻറ്റ് ഹാവ് വേസ്റ്റഡ് മൈ ടൈം ലിസ്ണിംഗ് ടു യു. ലിസ്ണിംഗ് ടു യു എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് കേട്ട് എന്നുള്ള മീനിങ് ആണ്. വുഡിൻറ്റ് ഹാവ് വേസ്റ്റഡ് മൈ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സമയം നഷ്ടപ്പെടുത്തുമായിരുന്നില്ല എന്നാണ് മീനിങ്. ഐ വുഡിൻറ്റ് ഹാവ് വേസ്റ്റഡ് മൈ ടൈം ലിസ്ണിംഗ് ടു യു. ഇനി ദയവായിട്ട് എനിക്കത് തരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ക്യാൻ ഐ ഹാവ് കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക, അത് കഴിഞ്ഞ് പ്ലീസ് പറയുക. സോ ദയവായിട്ട് എനിക്കൊരു കപ്പ് കാപ്പി തരുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ ഐ ഹാവ് എ കപ്പ് ഓഫ് കോഫി പ്ലീസ് എന്ന് ചോദിക്കാം. ക്യാൻ ഐ ഹാവ് എ കപ്പ് ഓഫ് കോഫി പ്ലീസ്, അതായത് ദയവായിട്ട് എനിക്കൊരു കപ്പ് കാപ്പി തരുമോ എന്നാണ് മീനിങ്. ഇനി ദയവായിട്ട് എനിക്ക് നിൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് തരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിലോ ക്യാൻ ഐ ഹാവ് യുവർ മൊബൈൽ നമ്പർ പ്ലീസ് എന്ന് ചോദിക്കാം. ക്യാൻ ഐ ഹാവ് യുവർ മൊബൈൽ നമ്പർ പ്ലീസ്. ഇനി ദയവായിട്ട് ഈ ബുക്ക് എനിക്കൊന്ന് തരുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ക്യാൻ ഐ ഹാവ് ദിസ് ബുക്ക് പ്ലീസ്. ക്യാൻ ഐ ഹാവ് ദിസ് ബുക്ക് പ്ലീസ്. സോ എന്ത് കാര്യമാണെങ്കിലും ദയവായിട്ട് എനിക്കതൊന്ന് തരുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ ഐ ഹാവ് കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക. ഇനി അടുത്ത ഒരു ഫ്രേസാണ്, അത് വെറും ഒരു തമാശയാണ്. എങ്ങനെ പറയും? ഇറ്റ്സ് ജസ്റ്റ് എ ജോക്ക്. ഇറ്റ്സ് ജസ്റ്റ് എ ജോക്ക്. ഇറ്റ്സ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഇറ്റ്സ് ജസ്റ്റ് എ ജോക്ക് എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു തമാശയാണ് എന്നാണ് മീനിങ്. ജോക്ക് എന്ന് പറഞ്ഞാൽ തമാശ എന്നാണ് അർത്ഥം. ഇനി അത് വെറും ഒരു സ്വപ്നമാണ്. അതെങ്ങനെ പറയും? ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം. ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം. ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്നാണ്. സോ അത് വെറും ഒരു സ്വപ്നമാണ് എന്ന് പറയാനാണ് ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം. അത് വെറും ഒരു സിനിമയാണ്. അതെങ്ങനെ പറയും? ഇറ്റ്സ് ജസ്റ്റ് എ മൂവി. ഇറ്റ്സ് ജസ്റ്റ് എ മൂവി. സോ എന്ത് കാര്യം അത് വെറും ഒരു എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക. ഇനി ഇന്നത്തെ ലാസ്റ്റ് ഫ്രേസ് ഇതാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ ചോദിക്കത്തില്ലേ, നിനക്ക് ആരെയാണ് ഇഷ്ടം? അതെങ്ങനെ ചോദിക്കും? ഹൂ ഡു യു ലൈക്ക്. ഹൂ ഡു യു ലൈക്ക്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. സോ ഹൂ ഡു യു ലൈക്ക് എന്ന് ചോദിച്ചാൽ നിനക്ക് ആരെയാണ് ഇഷ്ടം എന്നാണ് മീനിങ്. ഇനി നിനക്ക് ആരെയാണ് വിശ്വാസം? അതെങ്ങനെ ചോദിക്കും?
വിശ്വാസം എന്ന് പറയുന്നത് ട്രസ്റ്റ് എന്നാണ്. സോ ഹൂ ഡു യു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് ആരെയാണ് വിശ്വാസം, അല്ലെങ്കിൽ നീ ആരെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് മീനിങ്. ഇനി നിനക്ക് ആരാണ് ആകേണ്ടത് എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതെങ്ങനെ ചോദിക്കും? ഹൂ ഡു യു വോണ്ട് ടു ബി. വോണ്ട് ടു ബി എന്ന് പറഞ്ഞാൽ ആകേണ്ടത് എന്നുള്ള മീനിങ് ആണ്. സോ ഹൂ ഡു യു വോണ്ട് ടു ബി എന്ന് പറഞ്ഞാൽ നിനക്ക് ആരാണ് ആകേണ്ടത് എന്നുള്ള മീനിങ് ആണ്. ഇനി നിന്റെ മനസ്സിൽ ആരാണുള്ളത്? അതെങ്ങനെ ചോദിക്കും? ഹൂ ഡു യു ഹാവ് ഇൻ മൈൻഡ്. ഹൂ ഡു യു ഹാവ് ഇൻ മൈൻഡ്. ഹാവ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാവുക എന്നുള്ള മീനിങ് ആണ്. സോ ഹൂ ഡു യു ഹാവ് ഇൻ മൈൻഡ് എന്ന് ചോദിച്ചാൽ നിന്റെ മനസ്സിൽ ആരാണ് ഉള്ളത് എന്നാണ് മീനിങ്. സോ ഈ ഫ്രേസസ് ഒക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക, ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.